നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര ഓം വിഘ്നേശ്വര ഓം മേ പാർവതിയമ്മേ ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും അയ്യപ്പസ്വാമിയെ രക്ഷിക്കണേ കാളിയമ്മേ ഓം ദുർഗാദേവിയമ്മേ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 വർഷത്തിലെ ഏറ്റവും ശക്തമായ ഗജകേസരി യോഗമാണ് ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, 97 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര ശക്തമായ ഗജകേസരി യോഗം വന്നുചേരുന്നത്. 2026 വന്നുചേരുന്ന ഏറ്റവും ശക്തമായ ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യം ലഭിക്കുവാൻ വിധിയുള്ള അനുഗ്രഹം വന്നു ചേരുന്ന 5 രാശിജാതരെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ രാശിജാത നക്ഷത്ര ജാതർക്ക് ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ദോഷഫലങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള മാർഗവും ചേർത്ത് പറയുകയാണ്. ആദ്യമായി മിഥുനക്കൂറാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂർ. ജൂൺ പകുതിയോടുകൂടി മിഥുനക്കൂറുകാരുടെ സ്വന്തം രാശിയിലാണ് ചന്ദ്രനും വ്യാഴവും ഒന്നു ചേരുന്നത്. അതിനാൽ ഈ യോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്ന നക്ഷത്രജാതരാണ് മിഥുനക്കൂറുകാരായ നക്ഷത്രജാതർ. ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കുവാൻ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ് മിഥുനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർ. മനസ്സിലെ ചിന്താക്കുഴപ്പങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഒഴിഞ്ഞു പോകുന്ന വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ദിവസങ്ങളാണ് ജൂൺ മാസം തുടക്കം മുതൽ തന്നെ മിഥുനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ബഹുമതികളുമൊക്കെ ഈ നക്ഷത്രജാതരെ തേടിയെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ലാഭ നഷ്ടങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഇരട്ടിയായി തന്നെ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ലാഭവിഹിതം എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരായിരിക്കുന്ന അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ തീരുമാനം എത്തിച്ചേരും. ദോഷകരമായിരിക്കുന്ന വ്യവസ്ഥയിൽ വിവാഹം മുടങ്ങി നിന്നിരുന്ന പല ആളുകൾക്കും ആ ദോഷം അകന്നു മാറി വിവാഹത്തിന് പൂർണ്ണമായ അവസരം കൈവരും. മംഗളകരമായ ധാരാളം അവസരങ്ങൾ ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുനക്കൂറിൽ വന്നു ചേരും. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരായിരിക്കുന്ന യുവതി യുവാക്കളിൽ പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതം വലിയ വിജയത്തിലേക്കൊക്കെ എത്തിക്കുവാൻ ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതർക്ക് അനുഗ്രഹമായി നിൽക്കും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വെണ്ണയും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കലുമൊക്കെ ഭാഗ്യദായകമാണ്. തിങ്കളാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകും. തീർച്ചയായിട്ടും ദേവിയുടെയും
ചന്ദ്രഗ്രഹത്തിൻ്റെയും ഒക്കെ അനുഗ്രഹം വന്നു ചേരുന്നതിലൂടെ എത്ര ദോഷങ്ങളുണ്ടെങ്കിലും അത് അകന്നു മാറി പൂർണ്ണമായും ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യും. അടുത്തത് മേടക്കൂറാണ്. മേടക്കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം സംഭവിക്കുന്നത്. ഇത് മേടക്കൂറുകാരായ നക്ഷത്രജാതരുടെ പ്രയത്നങ്ങളെല്ലാം വിജയത്തിലെത്തിക്കുന്നതിന് കാരണമാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്ന മേടക്കൂറുകാർക്ക് ജൂൺ മാസത്തോടുകൂടി ബിസിനസ്സിൻ്റെ ബ്രാഞ്ചുകൾ പുതുതായി ആരംഭിക്കുവാനും പുതിയ തരത്തിൽ ലാഭവിഹിതങ്ങൾ എത്തുന്നതിനും ഭാഗ്യമാകും. കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. സഹോദരങ്ങളുമായി നിലനിന്ന തർക്കങ്ങളൊക്കെ അവസാനിക്കുകയും അവരിൽ നിന്ന് സാമ്പത്തിക സഹായവും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്ന വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മാധ്യമ രംഗം, സാഹിത്യരംഗം, എഴുത്തിൻ്റെ രംഗം, IT മേഖല തുടങ്ങിയവയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേടക്കൂറുകാരായ നക്ഷത്രജാതർക്ക് വലിയ ജനപ്രീതിയും പുത്തൻ അവസരങ്ങളും വന്നു ചേരും. ഭാഗ്യദായകമായ ഒട്ടനവധി പ്രവർത്തനങ്ങളും കർമ്മങ്ങളും മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥയും ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കുണ്ടാകും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതമോ പാലഭിഷേകമോ നടത്താം. ഭാഗ്യദായകമാണ്. എല്ലാ ദിവസവും ഓം ശരവണ ഭവ എന്ന മന്ത്രം 21 ഉരു ജപിക്കുന്നത് ഭാഗ്യദായകമാണ്. അടുത്തത് മകം, പൂരം, ഉത്രം ആദ്യപാദം ചേരുന്ന ചിങ്ങക്കൂറാണ്. ഇവരുടെ 11-ാം ഭാവം അഥവാ ലാഭഭാവത്തിലാണ് ഗജകേസരി യോഗം സംഭവിക്കുന്നത്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഭാഗ്യമാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വന്നു ചേരാനുള്ള ഭാഗ്യവും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നഷ്ടമായി എന്ന് വിചാരിച്ചിരുന്ന പല വലിയ ഭാഗ്യത്തുകകളും തീർച്ചയായിട്ടും തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരും. ഗജകേസരി യോഗം അനുഗ്രഹിച്ച് മുടങ്ങിക്കിടന്ന ധാരാളം പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന നേതൃത്വ സ്ഥാനീയരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയും. അത് ഭാവിയിൽ വളരെയധികം ഗുണകരമാകും, വളരെ ഉയർച്ചയുണ്ടാക്കും. പൂർവികമായി ലഭിച്ച സ്വത്തുകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള അവസരങ്ങൾ തീർച്ചയായും ചിങ്ങക്കൂറുകാർക്ക് വന്നുചേരും. ആഗ്രഹിക്കുന്ന മേഖലകളിൽ ജോലിക്ക് എത്തുന്നതിനും അതിനെ കർമ്മ മേഖലയായി തിരഞ്ഞെടുക്കുന്നതിനും കഴിയും. അതിനെ കർമ്മ മേഖലകളായി തിരഞ്ഞെടുക്കുന്നതിനും കഴിയും. അതിലൂടെ വമ്പൻ സാമ്പത്തിക ലാഭം വന്നു ചേരുന്ന സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് ജൂൺ മാസത്തിൽ എത്തിച്ചേരുന്ന ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ. വളരെ ഭാഗ്യദായകമായി ചിങ്ങക്കൂറുകാർക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് തന്നെ ഭാഗ്യത്തെ നേടിയെടുക്കുവാൻ കഴിയും. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക. ഇത് വളരെ ഭാഗ്യദായകമായിരിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ പട്ടുവസ്ത്രങ്ങളോ മഞ്ഞൾപ്പൊടിയോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ ഭാഗ്യദായകമാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം ചേരുന്ന ധനുക്കൂർ. ഇവരുടെ 7-ാം ഭാവത്തിൽ അഥവാ പങ്കാളിത്ത ഭാവത്തിലാണ് ഗജകേസരി യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യത്തിലും കൂട്ടുകെട്ടിലും എല്ലാം വലിയ ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുകളിലേക്ക് പുതിയ പങ്കാളികൾ വന്നു ചേരും. അത് ഭാഗ്യദായകം തന്നെയായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറി ദമ്പതിമാർ തമ്മിൽ വളരെ സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കും. അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിൽ വലിയ സ്നേഹവും ഐക്യവും വന്നു ചേരും. പങ്കാളിക്ക് തൊഴിൽ സാധ്യതയ്ക്കുള്ള അവസരങ്ങളും നിറഞ്ഞ് തെളിഞ്ഞു നിൽക്കുകയാണ്. ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതരുടെ പങ്കാളികൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസാപരമായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി പൂർണ്ണ സന്തോഷത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോകാൻ കഴിയും. വിദേശ രാജ്യത്തെത്തിയാൽ തന്നെ ലാഭകരമായിരിക്കുന്ന ധാരാളം സമ്പത്ത് ലഭിക്കുന്ന
തൊഴിൽ മേഖലകളിൽ ബന്ധപ്പെടുവാൻ കഴിയും. അതുപോലെ ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ധനുക്കൂറുകാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി ഗുരുവിന് അല്ലെങ്കിൽ വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക. ധനുക്കൂറുകാർക്ക് വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ദിവസവും ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ പ്രഭാതത്തിലും സന്ധ്യാനേരത്തും വിളക്കു കത്തിച്ച് ജപിക്കുക. ധനുക്കൂറുകാരുടെ ഭാഗ്യദായകമായ നിമിഷങ്ങളെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഈ മന്ത്രോച്ചാരണം. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനക്കൂറ്. മീനക്കൂറുകാരുടെ 4ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം നടക്കുന്നത്. അതായത് 4ാം ഭാവം എന്ന് പറയുമ്പോൾ സൗഖ്യഭാവമാണ്, സുഖഭാവമാണ്. അതുകൊണ്ട് തന്നെ ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ സൗഖ്യവും സുഖവും അനുഭവിക്കുവാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും. 97 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു അനുഭവ സൗഭാഗ്യം വന്നു ചേരുന്നത്. നിലവിലുള്ള ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും. പുതിയ വീട് വാങ്ങുവാൻ കഴിയും. വസ്തുവകകൾ വാങ്ങുവാൻ കഴിയും. അതുപോലെ തന്നെ ഉള്ള വീട് ആഡംബരത്തോടു കൂടി വലുതാക്കുവാൻ കഴിയും. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയും. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ മാറ്റമുണ്ടാകും. അമ്മയ്ക്ക് തുല്യരായ സ്ത്രീജനങ്ങളിൽ നിന്നും അനുഗ്രഹപൂർണമായ മുഹൂർത്തങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ വളരെ സമാധാനമുണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹവും പ്രശംസയും ഉണ്ടാകും. മാനസികമായി നിലനിന്ന അസ്വസ്ഥതകൾ പൂർണ്ണമായും മാറും. കടബാധ്യതകൾ ഒഴിഞ്ഞ് ആഹ്ലാദ മനസ്സിന് ഉടമകളായി മാറും ഈ നക്ഷത്ര ജാതർ. മീനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർ ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക്, ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങളിലോ അന്നദാനം നടത്തുന്നതും ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം വന്നു നിറയുന്നതിന് ഭാഗ്യമുണ്ടാകുന്നതാണ്. ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യപൂർണ്ണത ലഭിച്ച് ജീവിതത്തിൽ വളരെയധികം സന്തോഷദായകമായിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.